എല്ലാവർക്കും നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം കറക്റ്റ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുള്ളൂ. ഇന്ന് ഡേ 7 വരാഹി സ്പെഷ്യൽ പൂജയാണ്. അപ്പോൾ ലാസ്റ്റത്തെ എല്ലാ വീഡിയോസും എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുള്ളവരെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് അയച്ചിട്ടുള്ള വീഡിയോയ്ക്കകത്ത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കമൻറ്റ്സ് എല്ലാം തന്നെയും ഞാൻ ഈ വീഡിയോയിൽ, അതായത് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻസിനൊപ്പം ഞാൻ അതും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ വരാഹി അമ്മയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിശക്തിയായ മന്ത്രം, അതുപോലെ അതിശക്തിയായ ദേവി, നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന ദേവിയാണ്. എത്ര ഒത്തിരി നമ്മളെ പരീക്ഷിക്കില്ല. അതായത് ഫസ്റ്റ് അത് മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനടി നമ്മുടെ കാര്യം സാധിച്ചു കിട്ടുമെന്നാണ്. അതുതന്നെയാണ് അതിൻ്റെ ഒരു ശരി എന്ന് പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മളെ ഇങ്ങനെ ഭക്തരെ കഷ്ടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഭക്തരെ ഒരുപാട് പരീക്ഷിക്കുന്ന അങ്ങനെ ഒരു ഇത് ദേവിയുടെ സൈഡിൽ നിന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവി അത്രയും നമ്മുടെ സ്വന്തം ഫാമിലി മെമ്പറിനെ പോലെയാണ്. ശരിക്കും നമുക്ക് എന്തും തുറന്ന് പറയാം. കാര്യം എല്ലാം പെട്ടെന്ന് തന്നെ അത് നമുക്ക് ദേവി എന്താ പറയുക, അതിനുള്ള സൊല്യൂഷൻ വേഗം ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ശരിക്കും നമ്മുടെ ഒരു ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് ദേവിക്ക് കൊടുക്കും. എൻ്റെ കേസാണെങ്കിലും എനിക്കൊരു പലപ്പോഴും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ എനിക്ക് തരണം ചെയ്യാൻ പറ്റി ദേവിയിലൂടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ദേവിയെക്കുറിച്ച് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനും, അതുപോലെ തന്നെ 4 പേര് ദേവിയെക്കുറിച്ച് അറിയട്ടെ, അവർക്കും കഷ്ടതകളും അതുപോലെ തന്നെ ഓരോ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാവാം, അവർക്കൊക്കെ ഗുണം ചെയ്യുമെങ്കിൽ ഗുണം ചെയ്യട്ടെ, അവരും അറിയട്ടെ വരാഹി ദേവി എന്താണ് എന്നുള്ളത് അറിയട്ടെ എന്ന് കരുതി ഈ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ. ചാനൽ തുടങ്ങുമ്പോഴും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പലരും അഭിപ്രായം പറഞ്ഞു. കൂടെ നിന്നവരൊക്കെ ലാസ്റ്റ് പറഞ്ഞു എനിക്ക് മോണിറ്റൈസ് ആകുമെന്നൊരു മോണിറ്റൈസേഷനൊക്കെ പെട്ടെന്ന് മോണിറ്റൈസ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്തോ പോകുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ആളുകളും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഇത് മോണിറ്റൈസ് ആയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് ഈ ഒരു ചാനൽ തുടങ്ങിയതും. അങ്ങനെ ഒരു പ്ലാനും ഇല്ലാതെയായിരുന്നു. കാര്യം നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, 4 പേരെ, അതായത് നമ്മളുടെ കൂടെ നമ്മളുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുന്നുണ്ട്. ദേവിയുടെ അനുഗ്രഹം അങ്ങനെ കിട്ടുന്നുണ്ട്. ദേവിയുടെ ഭക്തിയായ എനിക്ക് മാക്സിമം എനിക്ക് ദേവിയെക്കുറിച്ച് എനിക്ക് എല്ലാവരെയും എത്തിക്കണം എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ദേവിയുടെ ഭക്ത എന്ന നിലയ്ക്ക് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ എനിക്ക് എല്ലാവരിലും അറിയിക്കണം. അവരുടെയും കാര്യങ്ങളൊക്കെ നടന്നു കിട്ടട്ടെ. നമ്മൾക്ക് വേണ്ടി ആഗ്രഹിക്കപ്പെടുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം എന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കാര്യവും സാധിച്ചു കിട്ടുള്ളൂ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ എപ്പോഴും. അങ്ങനെയാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സാധിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എല്ലാവർക്കും വേണ്ടി എല്ലാവരും നന്നായിക്കോട്ടെ, എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ, എല്ലാവർക്കും നല്ലത് മാത്രമേ വരുത്താവുള്ളൂ എന്ന് കരുതി എല്ലാ ശത്രുക്കളും നന്നായിരിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. അതായത് നമ്മളെ കൂടെ നമ്മുടെ പ്രതിസന്ധിയിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന പലരും കാണും. നമുക്കുള്ള ദുരിതമായിരിക്കില്ല അവർക്ക്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ ആൾക്കും ഉണ്ടാവുന്ന പ്രോബ്ലംസിൻ്റെ ഇൻറ്റൻസിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ അവരെ മറന്ന് നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ മാക്സിമം നമ്മൾ വരാഹി ദേവി ആരാണ് എന്താണ് എന്ന് അറിയട്ടെ. അവർക്കും അവരുടെ കാര്യങ്ങളൊക്കെ മാറി അവർ നല്ല സുഖപ്പെടട്ടെ, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ചാനൽ മോണിറ്റൈസ് ആവരുതെന്ന് വരെ ആഗ്രഹിക്കുന്ന കുറേ കൂട്ടർ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ എന്താ പറയുക, സിമ്പിളായിട്ടാണ് എടുക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കും അറിയാം, നമ്മുടെ ഭഗവതിക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്കതിലൊരു ടെൻഷനും ഇല്ല. ഇപ്പോൾ എന്നെ ദ്രോഹിച്ചവരുണ്ട് കേട്ടോ, ഓപ്പണായിട്ട് പറയാം. അപ്പോൾ അവർ നന്നായിരിക്കട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ അവർ നന്നാവണോ അല്ലെങ്കിൽ ഏത് രീതിയിൽ പോകണോ എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കുന്നത്, അത് ദേവിയാണ് തീരുമാനിക്കുന്നത്. അവർ നമ്മളോട് എങ്ങനെയായിരുന്നു എന്നുള്ളത് എന്നേക്കാളും
കൂടുതൽ എൻ്റെ ദേവിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എനിക്കതിലൊരു ഭയവുമില്ല. ഓപ്പണായിട്ട് ഞാൻ പറയുന്നു. ഒരുപാട് നമ്മളെ കൊണ്ട് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലും ചിലപ്പോൾ തോന്നും, അയ്യോ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഒരാളും ചെയ്യില്ല. അത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളെ കറി ലീഫാക്കി. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ദുഃഖവുമില്ല. കാര്യം എനിക്കൊന്നും പോകാനില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും ചെയ്യണ്ട, ദേവിയെ ആരാധിക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. കാര്യം ഞാൻ ഹാപ്പിയാണ്. കാര്യം എനിക്കെൻ്റെ ദേവിയുടെ ശക്തി അല്ലെങ്കിൽ ദേവിയുടെ ആ ഒരു ബലം എനിക്കുള്ളിടത്തോളം കാലം എനിക്കൊരിക്കലും ഞാൻ ഒരാളെ നശിപ്പിക്കാത്തത് കൊണ്ട് തന്നെയും എനിക്കാരെയും പേടിക്കാനില്ല എന്ന് പറയണ പോലെയാണ് ഞാൻ നിങ്ങളോടും ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല. എല്ലാവർക്കും സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു ഭയം അതിൻ്റെ ആവശ്യമില്ല. അതേസമയം നമ്മൾ ദ്രോഹിച്ചവർ നന്നായിരിക്കുമോ? ഒരിക്കലുമില്ല. ഒരു കാലത്തും അവർ നന്നായിരിക്കില്ല. അവരിപ്പോൾ എത്രയൊക്കെ കഷ്ട അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്ക് കിട്ടിയ ആ ഒരു ദ്രോഹം, നമ്മളെ ദ്രോഹിച്ചവർക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു 10 മടങ്ങ് ഒരു ഇത് ദേവിയുടെ സൈഡിൽ നിന്ന് ഉറപ്പായിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മളൊരു കാരണവശാലും അങ്ങനെ ഒരു അത് ശരിക്കും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളൊരിക്കലും ഒരാളെ നമ്മൾ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ ദ്രോഹിക്കുകയോ ചെയ്യാതെ അവർ കാരണം നമുക്ക് മോശമായിട്ടുള്ള സിറ്റുവേഷനാണ് ഉണ്ടായതെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് കിട്ടേണ്ടത് കിട്ടുക തന്നെ ചെയ്യും. അവർ നല്ല രീതിയിൽ പോകുമെന്ന് വിചാരിക്കില്ല. ഞാൻ അവരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതേസമയം നമ്മുടെ മുന്നിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന സത്യസന്ധരായ കുറേ പേരുണ്ട് അല്ലേ? അപ്പോൾ അവരൊക്കെ നന്നാവണം എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. അത് മാത്രമേ ഞാനും ചിന്തിച്ചുള്ളൂ. അപ്പോൾ അവരൊക്കെ നന്നാവട്ടെ, അവർക്ക് സുഖപ്പെടട്ടെ, അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കിട്ടട്ടെ, വാരാഹി അമ്മയുടെ അനുഗ്രഹം ലഭിക്കട്ടെ. ഉറപ്പായിട്ടും നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ എല്ലാം നന്നായിരിക്കും. കാര്യം ഒരിക്കലും ദേവിയുടെ അനുഗ്രഹം ലഭിക്കാതെയോ അല്ലെങ്കിൽ ദേവി അങ്ങനെ പരീക്ഷിക്കുന്ന അത്രയും നമ്മളെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നതൊന്നുമല്ല. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ വിളി കേൾക്കുന്ന ദേവിയാണ്. ഉറപ്പായിട്ടും നമ്മൾ വിശ്വസിച്ച് തന്നെ ദേവിയെ ആരാധിക്കുക. ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ ഒരു സൊല്യൂഷൻ ദേവി കണ്ടെത്തി തരും. ആരും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും നല്ല രീതിയിലുള്ള ജീവിതം ഉണ്ടാവും. അപ്പോൾ അതിന് നിങ്ങൾ ഒരിക്കലും എൻ്റെ പ്രാർത്ഥന എന്താ കേൾക്കാത്തത്, അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്ന പോലെ എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ല, എനിക്ക് ഒരുപാട് കാലതാമസം വരുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊന്നും വേഗം കേട്ട് വരുന്നില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. എല്ലാവർക്കും അതിൻ്റേതായ ഒരു സമയമുണ്ട്. എല്ലാ രീതിയിലും നമ്മൾ ചിന്തിച്ച് നോക്കുക. നമ്മൾ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിലേക്ക് ചിലപ്പോൾ വരേണ്ട ആ ഒരു വ്യക്തി ആയിരിക്കില്ല. അതായത് ചിലപ്പോൾ അത് മോശം സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു സിറ്റുവേഷൻ ആയിരിക്കാം. ചിലപ്പോൾ ആ മോശം സിറ്റുവേഷനിൽ നിന്ന് നല്ല രീതിയിൽ ഇനി വരാം. അല്ലെങ്കിൽ നല്ലതായിരുന്ന ആൾ പെട്ടെന്ന് മോശം സിറ്റുവേഷനിലെത്തി. അപ്പം ആ ഒരു ലൈഫിലെ ഒരു ചേഞ്ചാണ് ശരിക്കും അല്ലേ? അപ്പോൾ അത് തരണം ചെയ്യണമെങ്കിൽ നമ്മൾ ദേവിയോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുക, അത് ഡെവലപ്പ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ ദൈവവിശ്വാസം വേണം. ദ്രോഹത്തിനൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ നല്ലത് മാത്രം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതൊരു കാര്യവും ദേവി അത് ചെയ്തു തരും. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഏതൊരാപത്തിലും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കും. മോശമായ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ മോശമായ രീതിയിലാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഫാമിലി മെമ്പർ ആരെങ്കിലും, അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. ഉറപ്പായിട്ടും അവർക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നിരിക്കും, നല്ല രീതിയിലുള്ള ചേഞ്ചസ്. അപ്പോൾ ഞാനിത് ബിഗിനേഴ്സായിട്ട് അല്ലെങ്കിൽ ബിഗിനേഴ്സ് മീൻസ് ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ വാരാഹി ദേവി അറിയാത്ത കുറേ ആളുകളുണ്ടാവാം. അപ്പോൾ അവർ മനസ്സിലാക്കട്ടെ എന്താണ് ദേവിയുടെ മന്ത്രശക്തി അല്ലെങ്കിൽ ദേവിയുടെ ശക്തി എന്താണെന്ന് അറിയട്ടെ എന്ന് കരുതിയാണ് ഇത്രയും
കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ വീഡിയോസൊന്നും സ്കിപ്പ് ചെയ്ത് കാണരുത്, ദയവ് ചെയ്ത് മാക്സിമം ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഡേ 7 വാരാഹിദേവി സ്പെഷ്യൽ പൂജയാണ്. അപ്പോൾ ഈ പൂജയിൽ എല്ലാവരുടെ പേരും നാളും നക്ഷത്രവും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവരെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂടെയുള്ള ഇതിൽ മെൻഷൻ ചെയ്യുന്ന നാമജപം കൂടെ 21 തവണ ജപിക്കുക, 21 ദിവസം ജപിക്കണം. അങ്ങനെ ജപിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡേ 1 അതേ പ്രെയർ തന്നെ ജപിച്ചു പോയാലും മതി, വിഷയമില്ല. അപ്പോൾ എല്ലാവരുടെ ആവശ്യവും പേരും നാളും കമൻറ്റ് ചെയ്യുക, നാമജപം ഏതാണെന്ന് മെൻഷൻ ചെയ്യാം, കൂടെ ജപിക്കുക. ഓം സർവാരാധ്യായേ നമഃ. 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 ഓം സർവാരാധ്യായേ നമഃ.
ॐ सर्वाराध्यायै नमः। 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 ॐ सर्वाराध्यायै नमः।
ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः। ॐ सर्वाराध्यायै नमः।